പത്തനംതിട്ട തിരുവല്ലയിൽ 72-കാരിയെ മർദ്ദിച്ചു എന്ന് പരാതി. പരിക്കേറ്റ പൊടിയാടി സ്വദേശി രുക്മിണി അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗോപകുമാർ എന്നയാൾ മർദ്ദിച്ചു എന്നാണ് പരാതി. സംഭവത്തിന് പിന്നാലെ ഗോപകുമാറിന്റെ വീട്ടിലും ചിലർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് സംഭവം? ഇതിനകത്തൊരു പകയുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ആകെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? റജിൻ, കുറച്ചു കാലമായിട്ടുള്ള കുടിപ്പക, പകയുടെ പ്രകോപനം, അതാണ് ഇന്ന് ഉച്ചയോടുകൂടി തിരുവല്ല പൊടിയാടിയിൽ രുക്മിണി അമ്മയ്ക്കെതിരെ ഉള്ള ഒരു പ്രകോപനത്തിന് കാരണം. ഗോപകുമാർ എന്ന ആളും സംഘവും ചേർന്ന് രുക്മിണി അമ്മയെ വീട്ടിൽ കയറി മർദ്ദിച്ചു എന്നാണ് നിലവിലുള്ള ആക്ഷേപം. എന്തായാലും പരാതി ഇതിൽ രുക്മിണി അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗോപകുമാർ വീട്ടിന്റെ ഉൾവശം തല്ലിത്തകർത്തു എന്നൊരു ആക്ഷേപവും പരാതിയുമുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ ഗോപകുമാറിന്റെ വീട്ടിലും വലിയ തോതിലുള്ള അതിക്രമം ഉണ്ടായി. ഒരു സംഘം ആളുകൾ ഗോപകുമാറിന്റെ വീട്ടിലെത്തി വീട്ടുപകരണങ്ങൾ കേടുപാടുകൾ വരുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഗോപകുമാറിന്റെ മകൾ മാത്രം വീട്ടിൽ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായത്. ദൃശ്യങ്ങളാണ്, അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും പുറത്ത് വന്നിട്ടുള്ളത്. 6 മാസം മുമ്പ് ഗോപകുമാറിന്റെ മകനെ രുക്മിണി അമ്മയുടെ മകനും സംഘവും ചേർന്ന് മർദ്ദിച്ചതിലൊരു വിരോധമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇരു കൂട്ടരുടെ അതിരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും FIR എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇരു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഏൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ 72-കാരിയായ രുക്മിണി അമ്മ നിലവിൽ എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്കും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത് ഇവർക്ക് തന്നെയാണ്. ഒപ്പം തന്നെ ഇരു വീടുകളിലെയും വസ്തുക്കളും തല്ലിത്തകർത്തുവെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ എന്തായാലും പറയുന്നുണ്ട്. പ്രജിത്ത്, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.